നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം. എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം അതിർത്തിയില്ലാത്ത അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ നിയമത്തിലെ ലേവ്യ പൗരോഹിത്യവും പുതിയ നിയമത്തിൽ വിശുദ്ധ പത്രോസ് വെളിപ്പെടുത്തിയിരിക്കുന്ന രാജകീയ പൗരോഹിത്യ വർഗവും. പത്രോസ് എഴുതിയ 1 അധ്യായത്തിൻ്റെ 9 വാക്യമാണ് ആധാരവാക്യം. ഇതിൽ തുടർന്ന് ചിന്തിപ്പാൻ പോകുന്ന വിഷയം ലേവ്യ പൗരോഹിത്യ ഒരു ആരാധനാ സമൂഹം. ലേവ്യ പൗരോഹിത്യം ഒരു ആരാധനാ സമൂഹം. ദ ലെവിറ്റിക്കൽ പ്രീസ്റ്റ്ഹുഡ് ഈസ് എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന അനുഗ്രഹീത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും ഭാഗ്യാവസ്ഥയെ അത്രേ ദൈവത്തെ ആരാധിക്കുക എന്നത്. പണ്ട് നമ്മുടെ അജ്ഞാന കാലത്ത് പലവിധമായ മാർഗങ്ങളിലും മതങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ അന്ധമായി ആരാധിച്ചു വന്നു. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന നമ്മളെയും പുനർജീവിപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ കൊണ്ടുവന്ന് ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ പാപങ്ങളെ കഴുകി വിശ്വാസ സ്നാനത്താൽ തൻ്റെ സഭയുടെ അംഗങ്ങളായി തീർന്ന ഏതൊരു വ്യക്തിയുടെയും ഭാഗ്യകരമായ അനുഗ്രഹീത അവസ്ഥയാണ് ഈ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്നുള്ളത്. നാം വിശ്വസിക്കുന്ന സത്യദൈവം രാജാധിരാജാവും കർത്താവും ആകയാൽ ഈ ലോകത്തിലെ ഒരു ദൃശ്യ ഭരണാധികാരിയോട് പ്രകടിപ്പിക്കുന്ന വിധേയത്വത്തേക്കാൾ, സമർപ്പണത്തേക്കാൾ പ്രതിഷ്ഠയും വിധേയത്വവും സമർപ്പണവും കാണിക്കേണ്ടത് നമ്മുടെ ദൈവത്തോടാണ്. അത് അത്യന്താപേക്ഷിതം അത്രേ. ആ ദൈവം ഒരു സർവാധികാരി മാത്രമല്ല, പിന്നെയോ സകലത്തിൻ്റെയും സ്രഷ്ടാവും പരിപാലകനും അത്രേ. ആ ദൈവം സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമാകുന്നു. ആകയാൽ ഈ ദൈവം ആരാധനയ്ക്കും ബഹുമാനത്തിനും യോഗ്യനാണ്. അവരെ കുഞ്ഞാടിൻ്റെ ചോരത്തളിപ്പിൽ കൂടി, അതായത് പുതിയ നിയമ സഭയെ മാത്രമല്ല പഴയ നിയമ ലേവ്യ പൗരോഹിത്യത്തെയും സ്വതന്ത്രരാക്കിയ ദൈവിക പ്രവൃത്തി അത്ഭുതമാണ്. ആ സമയത്ത് തന്നെ ദൈവം ആരാകുന്നുവെന്നും അവർ ദൈവത്തോട് എന്ത് ചെയ്യണമെന്നും കൃത്യമായി വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അതായത് അവർക്ക് മിസ്രയീം ദേശത്തുള്ളതുപോലെ ബഹുദൈവങ്ങളും സങ്കല്പിതമായ ദൈവാരാധനകളും മനുഷ്യനിർമ്മിതമായ അന്യദൈവങ്ങളും ഉണ്ടായിരിക്കരുത്. ഒരിക്കൽ കൂടെ ഏകസത്യ ദൈവമായ യഹോവ അവർക്ക് വെളിപ്പെട്ട് മിസ്രയീമിൽ നിന്നും ഫറവോൻ്റെ ആധിപത്യത്തിൽ നിന്നും വിടുവിച്ച് അത്ഭുതകരമായി വെളിയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ, മിസ്രയീമിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അവർക്ക് കൊടുത്തു. എന്താണ്? മിസ്രയീമിൽ ഉണ്ടായിരുന്നതുപോലെ, മിസ്രയീമർക്കുള്ളതുപോലെ ബഹുദൈവങ്ങൾ, സാങ്കല്പിക ദൈവങ്ങൾ, മനുഷ്യനിർമ്മിതമായ അന്യദൈവങ്ങളും അവർക്കുണ്ടാകരുത്. അവയെ നമസ്കരിക്കരുത്. അവിടുത്തെ ജനങ്ങൾ അന്ധമായി ആരാധിച്ചു വന്ന ഊമവിഗ്രഹങ്ങളുടെ നാമം ഉച്ചരിക്കുക പോലും ചെയ്യാതെ യഹോവയാകുന്ന യഥാവാനായ ദൈവത്തെ മാത്രം ആരാധിക്കാവൂ എന്ന കൽപ്പനയാണ് ദൈവം അവർക്ക് കൃത്യമായി പരിപാലിക്കേണ്ടതിനും ആചരിക്കേണ്ടതിനും കൊടുത്തത്. ആധാരമായി ആവർത്തന പുസ്തകം 4-ാം അധ്യായം 19, 8-ാം അധ്യായം 19, 11-ാം അധ്യായം 26, 17-ാമത്തെ അധ്യായം 3, 26-ാം അധ്യായം 10 എന്നീ വാക്യങ്ങൾ നിങ്ങൾ സമയോചിതം പോലെ വായിച്ച് നോക്കിയാൽ മതിയാകും. ഇவ்விധത്തിൽ കർക്കശമായ കൽപ്പനകൾ നൽകിയതിൻ്റെ ലക്ഷ്യം എന്താണ്? അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. 1. യഹോവയായ മഹോന്നതനായ ദൈവമത്രേ ദൃശ്യവും അദൃശ്യവുമായ സകല സൃഷ്ടിയുടെയും സൃഷ്ടാവ് എന്നും ആ ദൈവം ആരുടെയും സൃഷ്ടിയല്ല എന്നും. 2.
ദൈവത്തെ ആരാധിക്കുന്ന ഇസ്രയേൽ ജനം ഭൂമിയിലുള്ള മറ്റ് സകല ജനങ്ങൾക്കും തുല്യരല്ല, പിന്നെയോ ദൈവത്തിൻ്റെ അവകാശവും സ്വന്തം ജനവും ആകുന്നുവെന്ന് കാണിക്കുവാനും. 3, ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന ഏകജനം ഇവർ മാത്രം ആകുന്നുവെന്ന് സകല ലോകത്തിലും പ്രസിദ്ധമാക്കുകയും. 4, ലോകം മുഴുവനും വിഗ്രഹാരാധകരായി ഊമവിഗ്രഹങ്ങളുടെ സേവകന്മാരായി തീർന്ന സമയത്ത് സത്യദൈവാരാധനയുടെയും ദൈവത്തിൻ്റെയും ദർശനം പ്രാപിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാനുമായി അന്ധമായ വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒട്ടൊഴിയാതെ സകലതും നിറവേറ്റി പാലും തേനും ഒഴുകുന്ന ഒരു അനുഗ്രഹീത ദേശത്ത് എത്തിച്ച് മിസ്രൈമിലെ അന്യദേശത്തിൽ നിന്ന് അവർ വെക്കാത്ത വീടും അവർ കുഴിക്കാത്ത കിണറും അവർ നട്ടുണ്ടാക്കാത്ത തോട്ടവും കൊടുത്ത് വാഗ്ദത്തം നിറവേറ്റേണ്ടതിനും അത്രേ. ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. ഈ ലക്ഷ്യനിവർത്തിക്ക് വേണ്ടി അവർ അവരുടെ ജീവിതം, കുടുംബം, പാളയം എന്നിത്യാദി സകലത്തിൻ്റെയും ആരാധനയുടെയും കേന്ദ്രബിന്ദു ദൈവവും ദൈവ സാന്നിധ്യവും അനുഭവിച്ചറിയുന്ന സമാഗമന കൂടാരവും ആയിരുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 16-ാമത്തെയും സംഖ്യാപുസ്തകം 2-ാം അധ്യായം 17-ാമത്തെയും വാക്യങ്ങൾ അതിനാധാരമായി വായിക്കാവുന്നതാണ്. ആകയാൽ അവർക്ക് ദൈവം നൽകിയ ന്യായപ്രമാണത്തിൻ്റെ ഏറിയ ഭാഗത്തും ആരാധനാനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ, യാഗനിയമങ്ങൾ, വിശുദ്ധി, പൗരോഹിത്യം എന്നിവ ദർശിക്കുന്നു. അവരുടെ ആരാധനയുടെ അടയാളം അവർ ദൈവത്തെ മാത്രം ആരാധിച്ച് ആശ്രയിക്കുന്നു എന്നതിൻ്റെ ബാഹ്യമായ അടയാളമായിരുന്നു എന്നതിന് ഇരുപക്ഷമില്ല. അതായത് സമാഗമന കൂടാരം. അവരുടെ മരുഭൂമിവാസം തീർത്തും വിശ്വാസത്തെ അടിസ്ഥാനം ആക്കിയിരുന്നു എന്നുള്ള ആ സത്യം മറന്നുപോകരുത്. നോക്കുക, കൃഷിസ്ഥലങ്ങൾ, മേച്ചൽ സ്ഥലങ്ങൾ, അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ ഒന്നും അവരുടെ മരുഭൂമിവാസത്തിൽ ഇല്ല. ആഹാരം, വെള്ളം, ഇറച്ചി, സൗഖ്യം, സുരക്ഷിതത്വം എല്ലാം അന്നന്ന് നൽകിയതുകൊണ്ട് അവർ ഉപജീവിച്ചു. 40 വർഷം ഒരാളിനൊരളവ്, 10 പേരുള്ള ഒരു ഭവനം 10 അളവ് മന്ന പെറുക്കാം. അത് 40 വർഷത്തേക്കും ഇന്ന് പലരായി നമ്മൾ ശേഖരിച്ചു വെക്കുന്ന പോലെ ചാക്കിൽ കെട്ടി കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതുപോലും അവരെ കൊണ്ട് ഭാരം വഹിപ്പിക്കാതെ അന്നേക്കുള്ളത്. ഈ വക കാരണങ്ങളാൽ അവർ ഏത് ദിവസവും ഏത് നിമിഷവും യഹോവയെ ആരാധിച്ചു വന്ന ആരാധനാ സമൂഹം ആയിരുന്നുവെന്നതിന് ഇരുപക്ഷമില്ല. ദേ വെയർ എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. അവരുടെ ആരാധനാ നിയമങ്ങൾ നോക്കുക. ആരാധന എന്ന പദത്തിന് യവന ഭാഷയിൽ പ്രൊസ്കേനയോ, PROSKUNEO, പ്രൊസ്കേനയോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പദത്തിന് നമസ്കരിക്കുക, വണങ്ങുക, ആരാധിക്കുക, ബഹുമാനിക്കുക എന്നിത്യാദി അർത്ഥങ്ങൾ ഉണ്ട്. ഒരിക്കൽ കൂടെ, ആരാധിക്കുക എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ പ്രൊസ്കേനയോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുള്ള അർത്ഥങ്ങൾ ബഹു അർത്ഥങ്ങളുണ്ട്. നമസ്കരിക്കുക, വണങ്ങുക, ആരാധിക്കുക, ബഹുമാനിക്കുക എന്നിത്യാദി അർത്ഥങ്ങൾ. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ ആരെ ആരാധിക്കണമെന്നും ആരെ ആരാധിക്കരുതെന്നും ഉള്ള കൽപ്പനകൾ ദൈവം കർക്കശമായി നൽകിയിരുന്നു. ശ്രദ്ധിക്കുക അവ ഏതൊക്കെയാണെന്ന്. 1, ആരെ, ഏതിനെ, എന്തിനെ നമസ്കരിക്കരുത് എന്നുള്ള കൽപ്പന. ഈ കൽപ്പനകളെ അരുത് കൽപ്പനകൾ എന്നാണ് പറയുന്നത്. നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ ദൃശ്യമായ വസ്തുക്കളുണ്ടല്ലോ, അവയെ നോക്കി നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും അവയെ സേവിപ്പാനും വശീകരിക്കപ്പെടരുത്.
ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന നിയമങ്ങളാണ്. അവയെ ദൈവം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ ആകാശത്തിന് കീഴിലുള്ള സർവ്വജനങ്ങൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, ആകാശമണ്ഡലത്തിലുള്ള നീലാകാശത്തിൽ കാണുന്ന ദൃശ്യവും അദൃശ്യവുമായ നക്ഷത്ര വ്യൂഹങ്ങളെ ആകാശ സൈന്യങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. 2-ാമത്തെ കൽപ്പന, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്. ഇതും അരുതുകൽപ്പനകളിൽ ഉൾപ്പെട്ട കൽപ്പനയത്രേ. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ഉം 5-ഉം. ആവർത്തന പുസ്തകം 5-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങൾ. മരുഭൂമി യാത്രയുടെ ആരംഭഘട്ടത്തിൽ പുറപ്പാട് പുസ്തകത്തിലും മോശെ മുഖാന്തരം മോശയുടെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ മരുഭൂമിവാസം കഴിയുന്നതിന് തൊട്ടുമുൻപ് യോർദാൻ നദി കടന്ന് വാഗ്ദത്തദേശത്ത് പ്രവേശിക്കുമ്പോൾ യോശുവയുടെ നേതൃത്വത്തിലും ഉള്ള ജനങ്ങൾക്ക് ആവർത്തിച്ചു കൊടുത്തിരിക്കുന്ന പുസ്തകം കൽപ്പന, അതാണ് ആവർത്തന പുസ്തകം. ആദിയിലുണ്ടായിരുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിക്കപ്പെട്ട്, പുറപ്പാട് പുസ്തകത്തിൽ പുറപ്പെട്ട്, ലേവ്യ പുസ്തകത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ട്, സംഖ്യാപുസ്തകത്തിൽ എണ്ണപ്പെട്ട്, ആവർത്തന പുസ്തകത്തിൽ അവയെല്ലാം വീണ്ടും ആവർത്തിച്ചു നൽകിയിരിക്കുന്നത് കൊണ്ടാണ് ആ പുസ്തകത്തിന് ഡ്യൂറ്ററോണമി, ആവർത്തന പുസ്തകം എന്ന് പേരായത്. 3-ാമത്, അന്യദേവീ ദേവന്മാരെ നിങ്ങൾ ആരാധിക്കരുത്. അതും അരുതുകൽപ്പനയിൽപ്പെട്ടത്. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 3-ാമത്തെ വാക്യം. എന്നാൽ ഇவ்வித കൽപ്പനകൾ യഹോവയാം ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൽപ്പനയെ കൈപ്പറ്റിയ മോശെ കൽപ്പന കൈപ്പറ്റിയ സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വ്യവസ്ഥകൾ മുഴുവൻ കേട്ട് ഹൃത്തടത്തിൽ അത് ശേഖരിച്ചു വെച്ച് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കൽപ്പലകകൾ രണ്ടിന്മേൽ ദൈവത്തിൻ്റെ കയ്യിൽ എഴുതപ്പെട്ട 2 കൽപ്പലകകൾ ഇരുകൈകളിലും വഹിച്ച് താഴേക്കിറങ്ങി വരുമ്പോൾ അവൻ വരുവാൻ താമസിക്കുന്നു, 40 ദിവസമായി എന്ന് പറഞ്ഞ് അഹരോൻ ജനങ്ങളുടെ ആവശ്യപ്രകാരം അവരുടെ സ്ത്രീകളുടെയും പുത്രിപുത്രന്മാരുടെയും കാതുകളിലെ പൊൻകുണുക്ക് പറിച്ച് കൊത്തുപണി ചെയ്ത് ഭാഷ വരുത്തി ഒരു സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞ് അതിനൊരു യാഗപീഠം പണിതു. അനന്തരം യഹോവയാം ദൈവം സ്വർഗത്തിൽ വസിച്ചവൻ മലയുടെ മുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിൻ്റെ രൂപത്തെ അവർ ഒരു കാളക്കുട്ടിയുടെ രൂപമായി തീർത്തുണ്ടാക്കി അവയ്ക്ക് യഹോവ എന്ന് പേരിട്ട് യഹോവയുടെ നാമത്തിൽ അതികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച ശേഷം ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. തൽഫലമായി ഉണ്ടായ ശിക്ഷയും പരിണതഫലവും മരണങ്ങളും വ്യക്തമായി തിരുവചനത്തിൽ പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 7 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഇത് നമുക്കൊരു ബുദ്ധിയുപദേശം. കൊരിന്ത്യർക്ക് എഴുതപ്പെട്ട 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ അത് വ്യക്തമായി എഴുതിയിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിലും മുൻ സംഭവിച്ച സകല സംഭവങ്ങളും ഇന്നത്തെ ആത്മീയ സഭയ്ക്ക് സ്തോത്രം ഒരു ബുദ്ധിയുപദേശമാണ് എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. ഇന്നത്തെ ആത്മീയ ഗോളത്തിലെ അനാത്മീയ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്ക്. ഇന്നേക്ക് 90, 80, 95 സംവത്സരങ്ങൾക്ക് മുൻപ് വിശ്വാസത്താൽ മാത്രം അദൃശ്യനായ ദൈവത്തെ കണ്ടിറങ്ങിയ ഒരു വലിയ സമൂഹം ജനങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി മിസ്രൈമിലെ ചോരത്തളിപ്പിനാൽ, കുഞ്ഞാടിൻ്റെ ചോരത്തളിപ്പിനാൽ കണ്ടിറങ്ങി തിരിച്ച ജനങ്ങൾ ആത്മാവിൽ പാട്ടുകൾ പാടി ദൃശ്യദേവീദേവന്മാരില്ലാതെ ചെങ്കടൽ തീരത്തുനിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് അതിൻ്റെ നടുവിൽ കൂടെ 3 ദിവസം 42 കിലോമീറ്റർ യാത്ര ചെയ്ത് മരുഭൂമിയിൽ കയറുന്നിടം വരെ എന്തൊരാത്മ നിണർപ്പിലായിരുന്നു ആരാധന.
അവർ ദൈവത്തെ ആരാധിച്ച വിഷയങ്ങൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ അത് പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പുരുഷന്മാരും സമൂഹം മുഴുവൻ പാടിക്കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ഓമന കുഞ്ഞുങ്ങളെ നീലനദിയിലിട്ട് എറിഞ്ഞ് കൊന്നുകളയണം എന്നുള്ള കൽപ്പന നിലവിലിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ മുങ്ങിയും പൊങ്ങിയും താണ് കണ്ട് മരിക്കുന്നത് കണ്ട മിറിയാമിനെ ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ ആ കൽപ്പന കൊടുത്ത ഫറവോനും അവൻ്റെ മക്കളും അവൻ്റെ സൈന്യവും ചെങ്കടലിൽ താണ് പൊങ്ങി ചത്തുകിടക്കുന്ന കണ്ടപ്പോൾ അടക്കുവാൻ കഴിയാതെ അവൾ പാട്ടുപാടി വീണ്ടും ദൈവത്തെ ആരാധിച്ചതുപോലെ ആരാധിച്ച ആരാധനാ സമൂഹമായിരുന്ന ദൈവജനത്തിൻ്റെ പിൻതലമുറക്കാർ 2-3 തലമുറകൾ ഇന്ന് വന്നപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പ്രധാനപ്പെട്ട വിഷയം തിന്നുക, കുടിക്കുക, കളിക്കുക എന്നുള്ളതല്ലേ? സഭകളുടെ ആനുവൽ കൺവെൻഷൻ നടക്കുമ്പോൾ എത്രയോ സഭകളിൽ കളികൾക്ക് പ്രാധാന്യത കൊടുക്കുന്നു. തെറ്റിദ്ധരിക്കരുത്, അമേരിക്കയിലെ പല പെന്തക്കോസ് സഭകളും പേര് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ കാണുന്ന പല സഭകളുടെയും ന്യൂ ജനറേഷൻ സഭകളുടെയും പേരുകളാണ്. വർഷാന്തര യോഗങ്ങൾ വരുമ്പോൾ, പീസീനാക്ക് വരുമ്പോൾ, അതാത് സഭകളുടെ ആനുവൽ കോൺഫറൻസ് വലിയ മഹാനഗരങ്ങളിൽ നടക്കുമ്പോൾ അതിലെ പ്രധാന വിഷയം കളികളാണ്. ക്രിക്കറ്റ് കളി, വോളിബോൾ കളി, ഫുട്ബോൾ കളി, വേറെ എന്തെല്ലാം കളികൾ. എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാർ മനസ്സിലാക്കണം, ലേവി ഗോത്രം ആരാധന സമൂഹം ആയിരുന്നു എങ്കിൽ അതിനേക്കാളുപരി സത്യദൈവത്തെ ആരാധിപ്പാൻ ഇറങ്ങി തിരിച്ച പുതിയ നിയമസഭയിലെ ദൈവമക്കൾ കളികൾക്ക് പ്രാധാന്യത കൊടുക്കരുത്. PYPAക്ക് കളികൾ, ചർച്ച് ഓഫ് ഗോഡുകാരുടെ കളികൾക്ക് കോൺഫറൻസിന് അവസാനം കളികൾ, അസംബ്ലീസ് ഓഫ് ഗോഡിനും സ്വതന്ത്ര സഭകളുടെയും ആനുവൽ കൺവെൻഷന് വേണ്ടി പ്രത്യേക കളികൾ, എന്തെല്ലാം അനാത്മീയ പ്രവർത്തികൾ. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ജനത്തിനെതിരായി ലേവി ഗോത്രം എഴുന്നേറ്റു എങ്കിൽ, യഹോവയുടെ പക്ഷത്തുള്ളവർ എഴുന്നേറ്റുവെങ്കിൽ, ഇന്നത്തെ അനാത്മീയ ഗോളത്തിലെ അനാത്മീയ പ്രവർത്തനങ്ങൾ കണ്ട് ഭാരപ്പെടുന്ന ജനങ്ങൾ എഴുന്നേൽക്കട്ടെ. വെട്ടുവാനും കൊല്ലുവാനും കുഴിച്ചിടുവാനുമല്ല, സത്യത്തിന് സാക്ഷികളാകുവാൻ. ദൈവത്തിന് സ്തോത്രം. മോശെ പറഞ്ഞതുപോലെ നേതാക്കന്മാർ ഉൾപ്പെടെ ഇതിനോടുകൂടെ ചേർന്ന് ആടി കളിക്കുന്നുവെങ്കിൽ യഹോവയുടെ പക്ഷത്തുള്ളവൻ ഇങ്ങോട്ട് വരട്ടെ. ഏകദേശം 30 ലക്ഷം ജനങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അവിടെ. 30 ലക്ഷം ജനങ്ങൾ. ലേവി ഗോത്രത്തിലെ ഒരു ചെറിയ കൂട്ടം മാത്രമാണ് യഹോവയുടെ പക്ഷത്ത് ഇറങ്ങിത്തിരിച്ചതെങ്കിൽ അതിന് തുല്യമായി ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഒരു ന്യൂനപക്ഷം കർത്താവിന് വേണ്ടി ഇന്ന് ഉണ്ട് എന്നുള്ളത് സത്യം. അവർ ഒറ്റപ്പെട്ടു വന്നേക്കാം, പക്ഷേ അവർ ദൈവത്തോടുകൂടെയും ദൈവം അവരോടുകൂടെയാകുന്നു എന്നുള്ളത് മറന്നുപോകരുത്. പഴയ നിയമ ലേവി ഗോത്രം അതിൻ്റെ നടത്തിപ്പിൽ വന്ന ജനങ്ങൾ ആരാധനാ സമൂഹം ആയിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യ വർഗത്തിൻ്റെ മഹാപുരോഹിതനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ജനങ്ങൾ, എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരെ, അപ്പസ്തലന്മാരുടെ കാലത്ത് കൺവെൻഷനുകളിൽ കളികളിലായിരുന്നു. അപ്പസ്തലന്മാരുടെ കാലത്ത് സുവിശേഷ പ്രവർത്തനങ്ങളിൽ പിരിവുകൾ നടത്തി പണക്കാരാകുന്ന പരിപാടിയില്ലായിരുന്നു. അപ്പസ്തലന്മാരുടെ കാലത്ത് തെറ്റായ ഉപദേശങ്ങൾ പറയുന്ന കള്ളപ്രവാചകന്മാരുടെ വഞ്ചനകൾ ദൈവസഭയിൽ അനുവദിച്ചിരുന്നില്ല. ഒട്ടും താമസിക്കാതെ ഇറങ്ങി വരും നമ്മുടെ കർത്താവ്. മോശെ ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വന്നിട്ട് ഈ വിധ ആരാധനകളുടെ ചുറ്റും നടക്കുന്ന, അതിനെ പേറിക്കൊണ്ട് നടക്കുന്ന, തിടമ്പുകൾ ഏറി നടക്കുന്ന എല്ലാവരെയും ദൈവം തമ്പുരാൻ വിധിക്കും എന്നുള്ളത് മറന്നുപോകരുത്. ഭയപ്പെടുത്തുകയല്ല, ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം രാജകീയ പുരോഹിത വർഗമാണ്, ആരാധനാ സമൂഹമാണ്. അത് മറന്നു പോകാതെ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ പിതാവേ, ഇസ്രായേൽ ജനങ്ങൾ ഒരു ആരാധനാ സമൂഹം ആയിരുന്നതുപോലെ, ഏക സത്യദൈവമായ ദൈവത്തെ ആരാധിച്ചതുപോലെ പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യ വർഗവും സഭാ ഹാളുകളും സ്ഥലങ്ങളും ഹെഡ്ക്വാർട്ടേഴ്സുകളും നേതാക്കന്മാരെയും ആരാധിക്കാതെ ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് വരുവാൻ ദൈവം കൃപ തരുമാറാകണമേ. അങ്ങനെ സത്യാരാധന ദേശത്ത് വെളിപ്പെടട്ടെ, അത്ഭുതങ്ങളും അടയാളം കാണട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശ്രോതാക്കളായ വിശുദ്ധന്മാരെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ.